2 ലോക തണ്ണീർത്തട ദിനം. സമൃദ്ധമായ ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളെയാണ് നീർത്തടങ്ങൾ അഥവാ തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. കുളങ്ങൾ, തടാകങ്ങൾ, വെള്ളക്കെട്ടുകൾ, നീർച്ചാലുകൾ, അരുവികൾ, തോടുകൾ, നദികൾ, കായലുകൾ, പാടങ്ങൾ ഇവയെല്ലാമാണ് നീർത്തടങ്ങൾ. ഇവയിൽ പലതും മഴക്കാലത്ത് നിറയും, വേനൽക്കാലത്ത് വറ്റി വരളും. ഇവിടെ വലിയ ജൈവ വൈവിധ്യം തന്നെയുണ്ട്. എന്നിട്ടും നീർത്തടങ്ങൾ വലിയ ഭീഷണികൾ നേരിടുന്നു. ജനസംഖ്യാ വർധനവ്, നഗരവൽക്കരണം, വ്യാവസായികവൽക്കരണം ഇവയൊക്കെ തണ്ണീർത്തടങ്ങൾ നേരിടുന്ന വലിയ ഭീഷണികളാണ്. നീർത്തടങ്ങളെ സംരക്ഷിക്കാനുള്ള ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആഘോഷിക്കുന്നത്. ഓർക്കുക, 1997 മുതലാണ് ഈ ഒരു ദിനാചരണം ആഘോഷിച്ചു തുടങ്ങിയത്. കൂട്ടുകാരെ, കഴിഞ്ഞ ആഴ്ചത്തെ അക്ഷരമുറ്റത്തിൽ ഇതല്ലാതെ വേറൊരു ലേഖനമുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള മറ്റു വിശേഷങ്ങൾ നിപിൻ പറയും. ഇത്തവണ അക്ഷരമുറ്റത്തിൽ 30 വർഷം മുമ്പുള്ള ലോക ക്ലാസിക്കുകളിൽ ഒന്നായ ഒരു സിനിമയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സിനിമയുടെ പേര് ഷിൻലേഴ്സ് ലിസ്റ്റ്. ഷിൻലർ എന്ന വ്യക്തി, അദ്ദേഹം 2ാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ പീഡനങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കുകയും അദ്ദേഹം ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആ പീഡനങ്ങൾ സഹിച്ച ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് സിനിമയുടെ ഇതിവൃത്തം. വിഖ്യാത സംവിധായകനായ സ്റ്റീവൻ സ്പീൽബർഗ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. 1982 ബുക്കർ സമ്മാനം നേടിയ ഓസ്ട്രേലിയക്കാരനായ തോമസ് കെൻലി രചിച്ച ഷിൻലേഴ്സ് ആർക്ക് എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ കഥ എടുത്തിരിക്കുന്നത്. അതിനുശേഷം 1993 സ്പീൽബർഗ് ഇത് സിനിമയാക്കി. മാത്രമല്ല, അത്തവണത്തെ ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച നടനും സംവിധായകനും ഉൾപ്പെടെ 7 പുരസ്കാരങ്ങളാണ് ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന ചിത്രം കരസ്ഥമാക്കിയത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തിരിക്കുന്ന ഈ ചിത്രത്തിൽ ഒരു രംഗം മാത്രം കളറാണ്. ചുവന്ന ഫ്രോക്കിട്ട പെൺകുട്ടി. ആ പെൺകുട്ടിയെ നാസികൾ ക്രൂരമായി കൊലപ്പെടുത്തുന്ന രംഗവും ഈ ചിത്രത്തിലുണ്ട്. അക്കാലത്തെ നാസികളുടെ ഭീകരത കാണിച്ചു തരുന്ന ഒരു രംഗമായിരുന്നു അത്. അന്ന് ആ വേഷം ചെയ്ത 3 വയസ്സുകാരി ഒലിവർ ഡെബ്രോസ്കി ഇന്ന് 33-ാം വയസ്സിൽ ഉക്രൈനിലെ റഷ്യ അധിനിവേശത്തിനെതിരെയുള്ള സമരങ്ങളിലും പ്രതിഷേധങ്ങളിലുമെല്ലാം സജീവമായി തന്നെയുണ്ട്. ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമയിൽ ഷില്ലറായി അഭിനയിക്കുന്നത് ലിയാം നീസൺ എന്ന പ്രശസ്തനായ സിനിമാ നടനാണ്. ആ സിനിമയുടെ അവസാന ഭാഗത്ത് ഷില്ലർ മരണപ്പെട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കല്ലറയിൽ ഒരു വാചകം എഴുതി വെക്കുന്നുണ്ട്: "Whoever saves one life saves the world entire." ഒരു ജീവൻ രക്ഷിക്കുന്നത് ഈ ലോകം മുഴുവൻ രക്ഷിക്കുന്നതിന് തുല്യമാണ്. ഇന്ന് ഉക്രൈനിലെ, പലസ്തീനിലെ, മണിപ്പൂരിന്റെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട സന്ദേശവും അത് തന്നെയാണ്. ഈ ലേഖനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച 2-3 വാക്കുകൾ കൂടിയുണ്ട്. ഒന്നാമത്തത് ഗെറ്റോ, രണ്ടാമത്തത് ഗെസ്റ്റപ്പോ, മൂന്നാമത്തത് ഓഷ്വിറ്റ്. ഗെറ്റോ, ഗെസ്റ്റപ്പോ, ഓഷ്വിറ്റ്. ഈ വാക്കുകൾ എന്തൊക്കെയാണ്? അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾ അതിന്റെ ഉത്തരം കമന്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അക്ഷരമുറ്റം ഉൾപ്പെടെയുള്ള പുതിയ വിഭവങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിബിനൊപ്പം നിഷാൻ.